കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഇല്ലേ, കുറേ ക്രിക്കറ്റ് കളിക്കാർ മാത്രമല്ല, ക്രിക്കറ്റ് നടന്ന സ്റ്റേഡിയമാണ് നമ്മുടെ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ആ സ്റ്റേഡിയം എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട്, അതായത് കലൂർ സൈഡിൽ നിന്ന് വരുമ്പോൾ ഒരു കെട്ടുവെള്ളം മോഡലൊരു ഹോട്ടലുണ്ട്. കെട്ടുവെള്ളം തന്നെ നമ്മൾ പണ്ടൊരു കെട്ടുവെള്ളത്തിൽ പോയിട്ടില്ലേ, അവർ തന്നെയാണ് ഈ ഹോട്ടലും. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഒക്കെ കണ്ടില്ലേ, ഏലസദ്യ, ഇതൊക്കെ തന്നെ നല്ല നാടൻ വിഭവങ്ങളും എല്ലാം. കെട്ടുവെള്ളം സീ ഫുഡ് എന്താ നല്ല സീ ഫുഡും എല്ലാം നല്ല നാടൻ വിഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഹോട്ടലാണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് അറിയാലേ. പോയോ സാറിന് അറിയാലോ, നമ്മുടെ ബാലകൃഷ്ണൻ സാറാണ് ഇതിൻ്റെ ഓണർ. നമ്മൾ നേരത്തെ അന്ന് പണ്ടത്തെ എപ്പിസോഡിൽ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും കലൂർ വേറൊരു ബ്രാഞ്ചാണല്ലോ നമ്മുടെ തന്നെ. ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? നമ്മുടെ 1.5 വർഷത്തോളമായി അല്ലേ. ശരിക്കും നല്ല ഇപ്പോൾ ഉച്ച കഴിഞ്ഞ സമയമാണ്, ശരിക്കും തിരക്കൊക്കെ ഒന്ന് ഒതുങ്ങിയല്ലേ സാർ? അപ്പോൾ ഞാൻ വന്നപ്പോൾ കയറി വന്നപ്പോൾ തന്നെ അവിടെ കണ്ട ഇലസദ്യ എന്ന് എഴുതി ചെയ്യുന്നു. നമ്മൾ ഇവിടെയും ഇലയിൽ തന്നെയാണ് നമ്മുടെ എല്ലാ സ്ഥലത്തും ഇലസദ്യ ഞങ്ങളുടെ ഒരു മാസ്റ്റർ പീസാണ്. അല്ല, നമ്മൾ അവിടെ കെട്ടുവെള്ളം എന്തുകൊണ്ട് ഇത് ഈ കെട്ടുവെള്ളത്തിൽ നിന്ന് ഒരു മാറ്റി ചിന്തിച്ച് വേറെ രീതിയിൽ ഇത് നോക്കാതെ കെട്ടുവെള്ളം തന്നെ ആക്കി മാറ്റി ആളുകൾ ഇഷ്ടപ്പെടുന്ന നാടൻ ഭക്ഷണങ്ങൾ അതാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ എല്ലാ സ്ഥാപനം ഇപ്പോൾ കാക്കനാട് ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ടല്ലേ, ഒരു 2 മാസമായി. അവിടെയും ഞങ്ങൾ ഇതുപോലെ തന്നെ ഞങ്ങളുടേതായിട്ടുള്ള കേരളീയമായിട്ടുള്ള ഭക്ഷണ രീതിയാണ് ഞങ്ങൾ. കെട്ടുവെള്ളം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ വന്നിരുന്ന് എല്ലാവരും കൂടി പാകമൊക്കെ ചെയ്ത് ഭക്ഷണം വാങ്ങി കഴിക്കുന്ന ആ ഒരു ഫീലെല്ലാം കൂടി എല്ലായിടത്തും കൊണ്ടുവരാൻ വേണ്ടി. എന്തായാലും സെയിം അതേപോലെ തന്നെ മീൻസ് എന്താ പറയുക, പായൊക്കെ വിരിച്ച് കയറൊക്കെ കെട്ടിയ തൂണുകൾ, നാടൻ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ലുക്ക് വരുത്തിയതാണ്. കാരണം ഇത് നമ്മുടെ വള്ളത്തിൻ്റെയും മാർക്കറ്റിൻ്റെ എല്ലാം കുറേ ടെക്സ്റ്റേഴ്സും കുറേ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഭിത്തിയിലൊക്കെ വല വീശുന്നത്, മറ്റേ ചന്തയ്ക്ക് പോകുന്നത്, പിന്നെ വള്ളത്തിൻ്റെ കുറേ പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. സാർ, അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് എന്താണ് നമ്മൾ കിച്ചണിലേക്ക് നമ്മൾ ഇവിടെ സ്പെഷ്യാലിറ്റി ഐറ്റം പ്രോൺസ്, ജംബോ പ്രോൺസ്, കരിമീൻ പൊള്ളിച്ചത്, അതുപോലെയുള്ള ഒത്തിരി താറാവ് കറി, കുട്ടനാടൻ താറാവ് കറി, അതുപോലെയുള്ള ഒത്തിരി വിഭവങ്ങളുണ്ട് ഉണ്ടല്ലേ. അപ്പം ഇന്ന് നമുക്കായിട്ടുള്ളത്, നമുക്കിന്ന് പ്രോൺസിൻ്റെയും കൂന്തൽ എന്ന് വെച്ചാൽ അത് ഫ്രൈ, കൂന്തൽ റോസ്റ്റ്, അതുപോലെയുള്ള സംഭവങ്ങൾ നമുക്കിന്ന് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് കയറല്ലേ? ഓക്കെ. നമസ്കാരം. നമുക്കറിയാലോ മണി ഷെഫ്, നമുക്ക് അന്ന് പ്രിപ്പയർ ചെയ്ത അതേ ഷെഫ് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മളിന്ന് സ്പെഷ്യാലിറ്റി നമുക്കുള്ളത്, നമ്മളിന്ന് കരിമീൻ മുളകിട്ടതും പ്രോൺസ് മോളി, ജംബോ പ്രോൺസ് മോളിയും കരിമീൻ മുളകിട്ടുമാണ്. അപ്പോൾ നമുക്ക് സാറിന് അവിടെ കുറച്ച് തിരക്കുണ്ട്, അപ്പോൾ നമ്മൾ ഷെഫിൻ്റെ കയ്യിലോട്ട് തന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാണ്. താങ്ക് യു സർ. അപ്പോൾ ഞാനും ഷെഫും കൂടി അടുത്ത ഘട്ടത്തിലോട്ട് പോവാണ്. തുടങ്ങല്ലേ? പായം തന്നെ നമ്മള് കരിമീൻ്റെ അല്ലേ? കരിമീൻ ഇതൊക്കെ രുചിയമിട്ട കരിമീനൊക്കെ എടുത്ത് വെച്ചേക്കണത്. തുടങ്ങാം. കരിമീൻ മുളകിട്ട് അല്ലേ? ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പൊ കരിമീൻ മുളകിട്ടാണ് നമ്മൾ ആദ്യം തന്നെ തുടങ്ങാൻ പോകുന്നത്. അതിനെ ചീൻചട്ടി അല്ല, ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ കരിമീനാണല്ലോ, അല്ല വലിയ കരിമീനായതുകൊണ്ട് വലിയ ഉരുളി എടുത്ത് വെച്ചാൽ തുടങ്ങാം. അപ്പൊ എണ്ണ ഒഴിക്കാം. നല്ല ചൂട് പുളിവെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞതും പേസ്റ്റും മുളകും ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് ബ്രൗൺ കളറായി. പായം തന്നെ ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ
ചുവന്നുള്ളി അരിഞ്ഞതും ബാക്കി സവോളയും ഇതൊക്കെയല്ലേ? ഇഞ്ചി, ഗാർലിക്, നമ്മുടെ വെളുത്തുള്ളി എല്ലാം കൂടി ഒന്നിട്ട് വഴറ്റി ബ്രൗണിഷ് ആക്കി എടുക്കണം. ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു എന്താ പറയാ, ഒരു മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാണല്ലോ കേട്ടോ. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാൽ ആ സ്മെല്ല് അടിച്ചുകൊണ്ടിരിക്കണം. നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് പൊളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് അത് എണ്ണ തിളച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി അരിഞ്ഞത്, ചെറുള്ളി കുത്തി അരിഞ്ഞതാണ്. കുത്തി അരിഞ്ഞ് കുഞ്ഞുനാന്ന് കുത്തി അരിഞ്ഞത് ഇതൊന്ന് വഴറ്റുക. വെളുത്തുള്ളി അരിഞ്ഞത്, വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് നന്നായിട്ട് ഫൈൻ ചോപ്പ് ചെയ്ത്. പിന്നെ അടുത്തത് പച്ചമുളകും കുത്തി അരിഞ്ഞത്. പച്ചമുളക്, വെളുത്തുള്ളി, നമ്മുടെ ചെറുള്ളി എല്ലാം കൂടി ആ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കും. ഒരു ബ്രൗൺ കളർ, ഇതൊന്ന് ബ്രൗണിഷ് ആവണ വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിക്കൊണ്ട് ഇരിക്കണം. ചേട്ടൻ തന്നെയാണ് ഇങ്ങോട്ടും വന്ന് അങ്ങോട്ടും പോയി ഓടിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഏട്ടൻ. ഇവിടത്തെ സ്പെഷ്യാലിറ്റി നമ്മുടെ സീ ഫുഡ് തന്നെയാണ്. ഇവിടെ അല്ല, കെട്ടുവള്ളത്തിന് മൊത്തം അത് തന്നെയാണ് തോന്നുന്നത്. സീ ഫുഡാണ് ഇവിടെ കെട്ടുള്ള മൊത്തം എല്ലായിടത്തും സീ ഫുഡാണ് മെയിൻ ഡിഷ് എല്ലായിടത്തും. ഇപ്പൊ കാക്കനാട് കൂടി ഒരെണ്ണം തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. കാക്കനാടും ഉണ്ട്. ഏകദേശം കളർ ആയിട്ടുണ്ട്. ഏകദേശം നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അരപ്പ് എന്തൊക്കെയായിട്ട് അരപ്പ്? ഇതിൽ കാശ്മീരി ചില്ലി കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലി, ചെറിയ ഉള്ളി അരച്ചത്, അത് പിന്നെ ടൊമാറ്റോ പേസ്റ്റ് അല്ലേ അരച്ചത്. ഇതുണ്ടോ, നല്ല തക്കാളി, പിന്നെന്താ കാശ്മീരി ചില്ലി, പിന്നെന്താ ചേട്ടാ ഒടിയൻ, ചെറിയ ഉള്ളി കൂടി ഇട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് നല്ല പേസ്റ്റ് ആക്കി എടുത്തതാണ്. എല്ലാം കൂടി ആ ഒരു ചെറിയ ഉള്ളി നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കില്ലേ, അതോടെ ചെറിയ ഉള്ളിയും അതിനകത്ത് വഴറ്റി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നല്ല പ്രത്യേക ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ അല്ലേ. പ്രത്യേകിച്ച് ആ ടൊമാറ്റോ അരച്ച് ചേർത്തതുകൊണ്ട് വേറൊരു ടേസ്റ്റ് കൂടി വരും. ശരിക്കും അതൊന്നുകൂടി ആ പച്ചപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ശരിക്കും ഒന്ന് വഴറ്റിയെടുക്കുക. വെള്ളമൊക്കെ ശരിക്കും വലിഞ്ഞു പച്ചപ്പ് ശരിക്കും ആ വെള്ളം മൊത്തം അങ്ങ് വലിഞ്ഞ് പോകണം. വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഒന്ന് ശരിക്കും ആ ഒരു തിളപ്പ് കിടന്ന് ഇങ്ങനെ തിളയ്ക്കാൻ അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇനി കാക്കനാടും ചേട്ടൻ തന്നെയാണോ മെയിൻ? ഇല്ല, ഇപ്പൊ ഇവിടെ രണ്ടുകൂടെ തിരക്കായ കാരണം അങ്ങോട്ട് പോയിട്ടില്ല അല്ലേ? ഓക്കെ. ഓൾറെഡി ഇവിടെ നല്ല തിരക്കുണ്ടല്ലോ ഇപ്പൊ തന്നെ. നമ്മൾ കയറി വന്നപ്പോ തന്നെ ആ ഊണിന്റെ ഒക്കെ ഒരു സമയം കഴിഞ്ഞ ഒരു സമയമായിരുന്നു. വേറെ അധികം തിരക്കില്ലാണ്ട് കയറി എത്തിപ്പെടാൻ പറ്റും. ഇത് എത്ര നേരം വാക്കിംഗ് ചേട്ടാ? 2 മിനിറ്റ് കൂടി ആയാൽ മതി. ഏകദേശം ആയിട്ടുണ്ട്, വലിഞ്ഞിട്ടുണ്ട്. അതിന്റെ ആ ഒരു ഫ്രൈഡ് കളറായി വരുന്നുണ്ട്. അതെ എന്താ പറയുക, നമ്മൾ ആ പച്ച ടൊമാറ്റോ അടിച്ചില്ലേ, അതൊന്നിങ്ങനെ ഫ്രൈഡ് കളറായി നമുക്ക് ശരിക്കും മനസ്സിലാവും, കാണുമ്പോൾ മനസ്സിലാവും. ആ ഒരു പരുവായി ആയി വരുന്നുണ്ട്. എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. നല്ല എന്താ പറയാ, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിക്കുന്ന സ്മെല്ല് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. നല്ല ടോക്സിക് ആണല്ലോ. അതുണ്ടല്ലേ പുളിവെള്ളം ഒഴിക്കും. ഇതിനകത്തോട്ട് നമ്മൾ ഇത്തിരി പുളിവെള്ളം അങ്ങ് ഒഴിക്കാൻ പോവാം. ഇളക്കണ്ട, തെളിവെള്ളം മതി. ഇത് കുടംപുളി ഇട്ടും തിളപ്പിച്ച വെള്ളം ശരിക്കും ആ പുളിയൊക്കെ ഇറങ്ങി ആ കളറിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി മീൻ വേകണ്ടേ അതിൽ കിടന്ന്? ഇതിൽ കിടന്ന് ശരിക്കും വേവണോ? ഈ പുളിവെള്ളത്തിലും ആ ടൊമാറ്റോയുടെ ആ ഒരു ക്രീമിയൊക്കെ കിടന്നിട്ടാണ് കരിമീൻ വെന്തങ്ങ് വരാൻ പോകുന്നത്. ശരിക്കും ഈ കരിമീൻ ഫുൾ കരിമീനകത്ത് കിടന്ന് മൊത്തം കിടന്നൊന്ന് ഇതിപ്പോഴാണ് ശരിക്കും ഒരു ക്രീമി ഇതായത്. ഒരു കൊഴുപ്പ് ലൂസും കൂടി കിടന്ന ഒരു മീഡിയം ഒരു ഭാഗമില്ല, ആ ഒരു പരിപാടി ഇപ്പോഴാണ്. നമുക്ക് ഈ മീൻ എടുത്ത് ഇടാ. മീൻ ഇങ്ങനെ വെള്ളത്തിലൂടി ചാണമാണ്. ശരിക്കും അങ്ങ് മുങ്ങിയിട്ടുണ്ട് മീൻ. മൂടി വെക്കണോ അല്ലേ? മൂടി വെക്കണം. എത്ര നേരത്തേക്ക് മൂടി വെക്കണത്? ഒരു 3 മിനിറ്റ്. അപ്പൊ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിടണം. കുറച്ച് ഉപ്പെടുത്തിടുന്നുണ്ട്. ഉപ്പിട്ടിട്ടുണ്ട്. അതല്ലേ, കുറച്ച് കറിവേപ്പില, വേപ്പില ഇടാം. മുളക് കുറച്ച് മുളക് നേരെ കീറിയതും വേപ്പിലും കൂടി ഇട്ട് അങ്ങ് ഇരിക്കുക, സെറ്റാകാൻ വേണ്ടിയിട്ട്. ഇനി ഒന്ന് 2 മിനിറ്റ് അങ്ങനെ ഇടും. 2 മിനിറ്റ് ഹോൾഡ് ചെയ്യണം.
2 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്നും അറിയാൻ വേണ്ടി അങ്ങ് വെച്ചേക്കാം. ഞാൻ ഒന്ന് മൂടി വെക്കാം. മൂടി വെക്കാം. മൂടി വെക്കാം. പിന്നെ ഇത് കുറച്ച് നേരത്തേക്ക് ഒന്ന് മൂടി വെക്കാൻ പോവാണ്. 2-3 മിനിറ്റ് മൂടി മൂടി വെക്കാം. വെക്കണം. മൂടി വെക്കും. നമ്മൾ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ മീൻകറിയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതക്ക് ചിക്കൻ വറുത്തര, ചിക്കൻ വറുത്തരച്ചത്, താറാവ് വറുത്തരച്ചത്, പിന്നെ ഇത് അയില മാങ്ങ, അയല മാങ്ങ കൂടെ ഇട്ടത്, ഇത് ചെമ്പല്ലി മുളക് ഇട്ടത്, ചെമ്പല്ലി മുളക് ഇട്ടത് തന്നെ എന്താ പറയാ രക്ഷയില്ലല്ലേ, ചെമ്പല്ലി മുളക് ഇട്ടല്ലേ. കണ്ട ഇതെല്ലാം കിട്ടുന്ന കൂടെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. ഇതൊന്നും മാത്രമല്ല, ഇടയ്ക്ക് ഇങ്ങനെ മസാല പറ്റിയ കുറേ വെച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ മറക്കുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരണ്ടല്ലോ. സ്മെല്ലുണ്ട്. ചെറുതായിട്ട് തിളച്ച് ചാടി 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 പോയി. ഇത് എത്ര നേരത്തേക്ക് ഉണ്ട് ഇനി? 2 മിനിറ്റ് കൂടി, 3 മിനിറ്റ് കൂടി വെച്ചാൽ മതി. 3 മിനിറ്റ് കൂടി വെച്ച് സാധനം ഇത്ര പെട്ടെന്നാ തീർത്തതേ. നമ്മുടെ കരിമീൻ സാധനം റെഡി ആയിട്ടുണ്ട്. 2 മിനിറ്റ് കൂടി ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കരിമീൻ മുളക് ഇട്ടത് അതൊരു കാശ്മീരി ചില്ലിയൊക്കെ ഇട്ട് ആ പേസ്റ്റിൽ അരച്ച് ചേർന്നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ്. കാശ്മീരി ചില്ലിയാണ് കളർ കിട്ടാൻ. നമ്മൾ നേരത്തെ മറ്റേ കീറിയ മുളക് കുറയിട്ടുണ്ട്. 1 കിലോ മുളക് കണ്ടിട്ടുണ്ട്. ഉഗ്ര സാധനമായിരിക്കും മിക്കവാറും. നല്ല ഏരിയ ഉണ്ടാവും. നമ്മുടെ കരിമീൻ മുളകിട്ട് അങ്ങനെ റെഡിയായി. ശരിക്കും തിളച്ച് മറിഞ്ഞിടക്കുക. കുറച്ച് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. മനുഷ്യനെ കുറച്ച് വറ്റൽമുളക് ഇങ്ങനെ എടുത്ത് തൂവിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം ആയി നമ്മുടെ കരിമീൻ മുളകിട്ട് അങ്ങനെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ട് മാറ്റി പോയാലോ? അടുത്ത് മാറ്റിക്കാം.